ക്ലാസിക്, സോറി പാസ്പോർട്ടല്ല ക്ലാസിക്. ശരിക്ക് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു ഈ ഫോണുമ്മേ, പക്ഷെ ഒന്നും നടന്നില്ല. ഓക്കെ, ഇതും അതുപോലെ തന്നെ ബോൾഡ്. ബൈ ദ വേ എൻ്റെ പേര് തട്ടോ. പിന്നെ കുറേ പഴയ ടോർച്ച് എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറഞ്ഞത്. നോക്കിയ 1100. ഇത് അതിൻ്റെ മുന്നേ അല്ല, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഈ ഫോൺ കറക്റ്റ് സമയത്ത് എത്തിയില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എത്തി. ഫസ്റ്റ് പോളിഫോണിക് മ്യൂസിക് ഉണ്ടായിരുന്നു, അതുവരെ ഒരു അനലോഗ് ടോണൊക്കെ ആയിരുന്നു. ഇതിലാണ് കുറച്ച് ഡിജിറ്റലായി മാറിയത്. ഇത് നോക്കിയ 1600. ഇത് ഈ ഫോണൊന്നും നമ്മളറിയ നാട്ടിൽ പിന്നെ വന്നിട്ടുണ്ട് ആ സമയത്ത്. അതായത് നോക്കിയ 3310 ആണ് നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് ഹിറ്റ്. ഫസ്റ്റ് നല്ല നോക്കിയയുടെ തന്നെ ഒരു ജാതകം മാറിയത് അതുമേന്. അതിൻ്റെ മുന്നത്തെ ഫോണുകളാണ് ഈ ഫോണുകളൊന്നും നമ്മളത് അധികം വന്നിട്ടില്ല. നമ്മളവിടെ 3310 ആണ് ആദ്യം വന്നത്. പിന്നെ ഇതെല്ലാം വന്നിട്ടുണ്ട് ലേറ്റർ. ഇതും ആ സീരീസ് തന്നെ. 1600. Then the classic 3310, Nokia 3310, Nokia N95. ബ്ലാക്ക്ബെറിയുടെ ഇതെല്ലാം ലാസ്റ്റ് ഇറങ്ങിയാണ്. എൽ ജി കുറേ വെറൈറ്റി ഇതുപോലത്തെ കുറേ ഫോണുകളുണ്ടായിരുന്നു എൽ ജിയിൽ. ഇതിൽ ഒട്ടുമുക്ക ഫോണുകൾ ഓൺ ഔട്ടാണ്, പക്ഷേ ഇപ്പോൾ എല്ലാം ബാറ്ററി ഉണ്ടായിരുന്നു പിരിയ. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ലാസ്റ്റ് ട്രയലിലൊന്നായിരുന്നു. സോറി, നോക്കിയയുടെ മൈക്രോസോഫ്റ്റ് കൊളാബറേഷൻ. മൈക്രോസോഫ്റ്റ് ഇതൊന്നും അത്ര യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു. പിന്നെ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം എല്ലാം സലാമത്തായതാണ്. പക്ഷേ എനിവേ, നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ പരിപാടികൾ ഇഷ്ടമാണെങ്കിൽ ഇനി വേറൊരു കാര്യം കൂടി, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ചെറിയ ഭ്രാന്ത് അത്രേ ഉള്ളൂ. ചില സമയങ്ങളിലൊക്കെ ഇതുകൊണ്ട് ശല്യം ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ എടുത്ത് നോക്കണ്ടേ, നമ്മൾ പുറത്തെ രാജ്യത്താകുമ്പോൾ അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ